വോട്ടെണ്ണൽ ആരംഭിച്ചത് മുതൽ അവസാനിക്കുന്നതുവരെ വ്യക്തമായ ലീഡ് നിലനിർത്തിയാണ് ആര്യാടൻ ഷൌക്കത്ത് നിലമ്പൂരിൽ ജയിച്ചത്. സ്വന്തം ശക്തി കേന്ദ്രങ്ങളിൽ പതറിയ LDFന് കരുളായി പഞ്ചായത്തിൽ മാത്രമാണ് ലീഡ് നേടാനായത്. വഴിക്കടവ് പഞ്ചായത്തിലെ 14 ബൂത്തുകളുടെ വോട്ടെണ്ണൽ പൂർത്തിയാക്കിയ ആദ്യ റൗണ്ടിൽ തന്നെ UDF തിരിച്ചുവരവറിയിച്ചു. ആദ്യ റൗണ്ടിൽ 419 വോട്ടിന്റെ ലീഡ്. ആദ്യ റൗണ്ടിൽ PV അൻവറും പിടിച്ചു 1588 വോട്ട്. വഴിക്കടവ്, മൂത്തേടം പഞ്ചായത്തുകളിലെ പിന്നീടുള്ള ബൂത്തുകളിലെല്ലാം UDF ആധിപത്യം. പോത്തുകല്ല് പഞ്ചായത്തിലെ വോട്ടെണ്ണിയ 9ാം റൗണ്ടിൽ LDF സ്ഥാനാർത്ഥി M സ്വരാജിന് 207 വോട്ടിന്റെ നേരിയ ലീഡ്. എന്നാൽ അപ്പോഴും മുഴുവൻ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ ഷൌക്കത്ത് തന്നെ മുന്നിൽ, 5448 വോട്ടിന്റെ ലീഡ്. M സ്വരാജിന്റെ ജന്മനാടായ പോത്തുകല്ലിലെ മുഴുവൻ കണക്കെടുത്താൽ ലീഡ് UDFന്. LDF ഭരിക്കുന്ന നിലമ്പൂർ നഗരസഭയിലും അമരമ്പലത്തും പോത്തുകല്ലിലും ഇടത് കോട്ടകൾ തകർത്താണ് ആര്യാടൻ ഷൌക്കത്തും UDFും മുന്നേറിയത്. കരുളായി പഞ്ചായത്തിലെ ബൂത്തുകൾ ഉൾപ്പെട്ട 16ാം റൗണ്ടിലും അമരമ്പലം പഞ്ചായത്തിലെ ബൂത്തുകൾ ഉൾപ്പെട്ട 18ാം റൗണ്ടിലും M സ്വരാജിന് നേരിയ ലീഡ്. അപ്പോഴും മുഴുവൻ ഭൂരിപക്ഷത്തിൽ ആര്യാടൻ തന്നെ മുന്നിൽ. വഴിക്കടവിൽ 1829, മൂത്തേടത്ത് 2067, എടക്കരയിൽ 1170, പോത്തുകല്ലിൽ 307, ചുങ്കത്തറയിൽ 1287, നിലമ്പൂർ 3967, അമരമ്പലം 704 എന്നിങ്ങനെയാണ് UDFന്റെ ലീഡ്. കരുളായി പഞ്ചായത്തിൽ മാത്രമാണ് LDFന് ലീഡ് ലഭിച്ചത്. അതും 118 വോട്ടുകൾ മാത്രം. വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ നിയമസഭാ തിരഞ്ഞെടുപ്പുകളുടെ സെമിഫൈനലായി കണക്കാക്കിയ നിലമ്പൂർ തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിമാരെല്ലാം പ്രചാരണത്തിനിറങ്ങിയിട്ടും മിന്നും ജയം നേടാനായത് UDF ആവേശത്തെ ഇരട്ടിയാക്കുന്നു. വോട്ടെണ്ണൽ ആരംഭിച്ച് അവസാനിക്കുന്നതുവരെ ഒരു തവണ പോലും UDF ലീഡ് വിട്ടുകൊടുത്തില്ല. ആര്യാടൻ ഷൌക്കത്ത് എപ്പോഴും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. അതിന്റെ ആവേശം UDF ക്യാമ്പിൽ കാണാനുമുണ്ട്. നിലമ്പൂരിൽ നിന്നും ക്യാമറമാൻ ജയകുമാറിനൊപ്പം CS ദൂരദർശൻ ന്യൂസ്.